എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ബോഡി ഡബ്ലിംഗ് വിവാദത്തിൽ അന്വേഷണം മുറുക്കി പോലീസ്. മുൻകൂർ ജാമ്യത്തിനായി ജീൻ പോൾ ലാൽ ഹൈക്കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തു. മഞ്ജു വാര്യരുടെ സഹോദരന്റെ മൊഴിയെടുത്തു. ബാങ്ക് വായ്പ എടുത്തവർക്ക് ആശ്വാസമേകിയ RBI. അടിസ്ഥാന പലിശ നിരക്ക് കുറച്ച് പുതിയ വായ്പാ നയം. റിപ്പോ നിരക്ക് 6%, റിവേഴ്സ് റിപ്പോ നിരക്ക് 5.75%മായി കുറച്ചു. ബാങ്കുകൾ ഭവന വാഹന വായ്പാ പലിശ നിരക്ക് ഉടൻ കുറച്ചേക്കും. കേരളത്തിലേക്കുള്ള യാത്രയുടെ അനിശ്ചിതത്വം നീക്കാൻ അബ്ദുൽ നാസർ മഅദനി വീണ്ടും സുപ്രീം കോടതിയിലേക്ക്. സുരക്ഷയ്ക്ക് 15 ലക്ഷം വേണമെന്ന കർണാടകത്തിന്റെ ആവശ്യത്തെ ചോദ്യം ചെയ്യും. ഇടപെടാമെന്ന് PDP നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഗുജറാത്തിലെ കോൺഗ്രസ് MLA-മാർ തങ്ങിയ ബംഗളൂരുവിലെ റിസോർട്ടിൽ റെയ്ഡ്. കർണാടക മന്ത്രിയുടെ വീട്ടിൽ നിന്ന് 5 കോടി പിടിച്ചെടുത്തു. പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കേരളത്തിൽ CPIM താലിബാൻ മോഡൽ കൊലകൾ നടത്തുന്നുവെന്ന് മീനാക്ഷി ലേഖി ലോക്സഭയിൽ. ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള മുഹമ്മദ് നിസാമിന്റെ നീക്കം പാളി. നിസാമിന് മാനസിക പ്രശ്നം ഇല്ലെന്ന് മെഡിക്കൽ സംഘം. കണ്ണൂരിൽ മരിച്ചയാളുടെ സ്വത്ത് വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയുടെ സഹോദരി അറസ്റ്റിൽ. അശ്ലീല ചുവയോടെ സംസാരിച്ചതിനും ബോഡി ഡബ്ലിംഗ് നടത്തിയതിനും സംവിധായകൻ ജീൻ പോൾ ലാലിനെതിരെ അന്വേഷണം ശക്തമാക്കി പോലീസ്. സംഭവം നടന്ന റമദ ഹോട്ടലിൽ പരാതിക്കാരിയുടെ സാന്നിധ്യത്തിൽ പോലീസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. നടിയും ജീൻ പോളും തമ്മിൽ തർക്കം നടന്നതിന് സാക്ഷികളായിരുന്ന ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകി. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PP ഷംസ് റിപ്പോർട്ടറോട് പറഞ്ഞു. യുവനടിയോട് അശ്ലീല ചുവയോടെ സംസാരിച്ചതിനും ബോഡി ഡബ്ലിംഗ് നടത്തിയതിനും സംവിധായകൻ ജീൻ പോളിനെതിരെ പോലീസ് അന്വേഷണം ശക്തമാക്കി. സംഭവം നടന്ന റമദ ഹോട്ടലിലെത്തി തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PP ഷംസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. ഒപ്പം ഹോട്ടൽ ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. നടിയുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസ് വിവരങ്ങൾ ശേഖരിച്ചത്. ജീൻ പോളും നടിയും തമ്മിൽ തർക്കം നടന്നിട്ടുണ്ടെന്ന് ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകി. തുടർന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്ന ശേഷം ജീൻ പോൾ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുമെന്ന് PP ഷംസ് പറഞ്ഞു. അല്ല, ഇത് കേസിന്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് പറയാവുന്ന ഒരു കാര്യങ്ങളും ആയിട്ടില്ല. അടുത്ത ദിവസം ഇവരെ വിളിക്കാനോ വല്ല സാധ്യതകളുണ്ടോ സാർ? കോടതിയുടെ ഡിസ്പോസൽ അനുസരിച്ച് തീരുമാനിക്കും. അതേസമയം പ്രാഥമിക അന്വേഷണത്തിൽ തെളിവുകൾ ജീൻ പോളിനെതിരാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ ചർച്ചയിൽ അവതാരകയും എഴുത്തുകാരിയുമായ വീണ നായർ, അഭിഭാഷകയും പൊതുപ്രവർത്തകയുമായ അഡ്വക്കേറ്റ് TB മിനി, ചലച്ചിത്ര സംവിധായകൻ ശ്രീ സജിൻ ബാബു, സെൻസർ ബോർഡ് മുൻ അംഗവും ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ശ്രീ ആലപ്പി അഷ്റഫ്, ഒപ്പം യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിനെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ആലപ്പി അഷ്റഫ്, ഇവിടെ ജീൻ പോൾ ലാലിനെതിരെയുള്ള പരാതി ബോഡി ഡബ്ലിങ്ങിനെ കുറിച്ചാണ്. തൻ്റെ അനുവാദമില്ലാതെ തൻ്റേതല്ലാത്ത ഒരു ശരീരം കാട്ടി അത് തൻ്റേതാണെന്നും മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിൽ ചിത്രീകരിച്ച് കാണിച്ചു എന്നുള്ളതാണ് ആ പരാതി. ആ പരാതി നിയമപരമായി നിലനിൽക്കുന്നതല്ലേ? ഇത് ഒരുപാട് ഇതുപോലത്തെ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ശരിക്കും ഇതുമാതിരി ഒരു കേസ് ഞാൻ കോടതിയിൽ പോയി വിജയം നേടി വന്നിട്ടുള്ള ആളാണ്. ഞാൻ ഹൈക്കോടതിയിൽ നിന്നാണ് അതിന് ഫൈനൽ വിധി കിട്ടിയത്. അന്ന് എൻ്റെ അഡ്വക്കേറ്റായിരുന്ന CKS പണിക്കരും അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത KS രാധാകൃഷ്ണനുമായിരുന്നു എൻ്റെ അഡ്വക്കേറ്റ്സ്. ഇതേപോലെ സമാനമായ ഒരു സംഭവമായിരുന്നു. അതിലൊരു വിധിയിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ലക്ഷ്മികാന്ത് പാരലാൽ അവരുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലൊരു വിധിയുണ്ട്. ആ വിധിയിൽ പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി ഇതിനകത്ത് നിർമ്മാതാവ് എല്ലാവരെയും ഹയർ ചെയ്യുകയാണ്. കഥയായാലും നടന്മാരായാലും പാട്ടായാലും ക്യാമറാമാനായാലും എല്ലാ ഭാഗങ്ങളും കാശ് കൊടുത്ത് അതിനകത്ത് വരുത്തുകയാണ്. ഇതിന് വ്യക്തമായ ഒരു എഗ്രിമെൻ്റ് വേണമെന്ന് മാത്രമേ നിയമത്തിലുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും തിരുത്തലുകൾ അവരുടെ ചലച്ചിത്രത്തിൽ ചെയ്യാം. കാരണം ഇത് പൈസ മുടക്കി പൈസ സമ്പാദിക്കാൻ വേണ്ടി എടുക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ തിരുത്തലുകളോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പിന്നീട് ഇതിന് ഈ ഡബിൾ ബോഡി എന്നൊരു ഭാഷ ഉപയോഗിക്കുന്നത് ശരിക്കും സിനിമയിൽ അത് ഡ്യൂപ്പ് എന്നാണ് പറയുന്നത്. ഈ ഡ്യൂപ്പിനെ ഉപയോഗിക്കുന്നത് പല സന്ദർഭങ്ങളിലും അത്യാവശ്യമാണ്. ഡ്യൂപ്പിനെ ഉപയോഗിക്കേണ്ടത് അത് പ്രധാനമായിട്ടും ചെയ്യുന്നത് റിസ്ക് ഷോട്ടുകൾ വരുമ്പോൾ. തീർച്ചയായിട്ടും. അപ്പോൾ ബോഡി ഡ്യൂപ്പ് എന്നുള്ള സമ്പ്രദായം മൊത്തം മോശം എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ ഒരു സ്ത്രീയുടെ ശരീരം അവർക്ക് കാണിക്കാൻ ഇഷ്ടമില്ല, അവരത് സൂചിപ്പിച്ച് ഞാൻ ഈ റോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആ സിനിമയുടെ സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനുശേഷം അവരുടേതെന്ന് തോന്നുന്ന വിധത്തിലുള്ള മറ്റൊരു സ്ത്രീയുടെ ശരീരം പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ ആ സീൻ ചിത്രീകരിക്കുകയും അത് സിനിമയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തതിനെയാണ് ഇവിടെ നിയമപരമായി ചോദ്യം ചെയ്യുന്നത്. അതെ, ആ സ്ത്രീക്ക് അങ്ങനെ പറയാൻ അവകാശമില്ല. കാരണം
അത് അഭിനയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അതിനകത്ത് അഭിനയിച്ച് കഴിഞ്ഞിട്ടില്ല. അതാണ്, പകുതി അഭിനയിച്ചിട്ട് ശേഷമാണല്ലോ ഇത് പോകുന്നത്. അതായത് വലിയൊരു കോമ്പിനേഷൻ സീൻ. ഇത് ഈ സിനിമയിൽ സെറ്റിൽ ഞാൻ പോയിട്ടുള്ളതാണ്, നേരിട്ട് ഞാൻ ബന്ധപ്പെട്ടുള്ള സിനിമയാണിത്. ഈ പറയുന്ന ഹണി ബി 2 അതിൽ എൻ്റെ ഒരു സീക്വൻസും ഉണ്ട് അതിനകത്ത് പടത്തിൽ. അപ്പോൾ ശരിക്കും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒരു വലിയൊരു കല്യാണ സംഭവമാണ് അതിനകത്ത്, പടത്തിനകത്ത് മൊത്തം ഉള്ളത്. അപ്പോൾ ആ കല്യാണ സീക്വൻസിൽ നിറയെ ആൾക്കാർ പങ്കെടുക്കുന്ന 200-300 പേര് പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട നടന്മാർ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ അപ്രധാനമായ കഥാപാത്രങ്ങളെ പകരം ചിലപ്പോൾ ഡ്യൂപ്പിനെ ഉപയോഗിക്കാറുണ്ട്. അത് സാധാരണമാണ്. അല്ല, സാധാരണമായിട്ടുള്ള ഡ്യൂപ്പിന്റെ ഉപയോഗമല്ല ഇവിടെ നടന്നത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുൻപ് അഡ്വക്കേറ്റ് ടി ബി മിനി, ഒരു സ്ത്രീ പറയുകയാണ് എനിക്ക് ഈ സീൻ ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് അവർ ആ സിനിമയുമായുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് അവസാനിപ്പിച്ച് അവർ മടങ്ങുന്നു. അപ്പോൾ അവർ അഭിനയിച്ച ആ ഭാഗങ്ങൾ അവിടെ നിലനിർത്തുകയും വരുന്ന ഭാഗങ്ങളിൽ അവരുടേതെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ പരാതി. ആ പരാതി താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ത്രീ, ഇത് ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങൾ വേറെ സിനിമയിലെ ഡ്യൂപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷേ ഇവിടെ സ്ത്രീകളുടെ അല്ല, ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വേഷം ചെയ്യുന്നതിന് താല്പര്യമില്ലാന്നും ഇതെങ്ങനെ ഡ്യൂപ്പിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ത്രീ തന്നെയാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അത് ആ സ്ത്രീക്ക് ഉണ്ടാക്കുന്ന അപമാനം എത്രയാണ് എന്നത് അവർക്ക് വിത്തൗട്ട് കൺസെൻറ്റ് കൂടിയാവുമ്പോൾ ആ അപമാനത്തിൻ്റെ തോതനുസരിച്ചാണ് ഇതിൽ കേസെടുക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്, ക്രിമിനൽ കുറ്റവുമാണ്. ഇത് ഇവിടെ ഒരു ഡ്യൂപ്പിട്ട് ചെയ്യുന്ന വിഷയമല്ല. ഒരു സ്ത്രീ അവളുടെ ശരീരം നമുക്ക് സമ്മതമില്ലാതെ പ്രദർശിപ്പിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യമാണ്. നാളെ ഇവർ എത്രമാത്രം അഭിനയിച്ചു എന്നുള്ളതല്ല, ഇവരാണ് എന്നാണ് പൊതുജനങ്ങളും ഇത് സിനിമ കാണുന്ന ആളുകളും മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആ സ്ത്രീയെ സംബന്ധിച്ച് അപമാനകരമാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്. ശ്രീമതി വീണ നായർ, ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ഇങ്ങനെയാണ്. ആ നടി അവരുടെ ശരീരം കാണുന്ന വിധത്തിലുള്ള ഒരു ഷോട്ട് വന്നപ്പോൾ ആ ഷോട്ടിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും പറഞ്ഞു. അത് കേട്ട് അവർ ആ ചലച്ചിത്രത്തിൻ്റെ ആ ചിത്രീകരണ സ്ഥലത്ത് നിന്ന് പോയി. പിന്നീട് ആ സിനിമ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ അവരല്ല, പക്ഷേ അവരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിൽ ഒരു കഥാപാത്രം അവിടെ വന്നിരിക്കുന്നു, അവരാണെന്ന് എല്ലാവർക്കും ബോധ്യമാകുന്ന വിധത്തിൽ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ സ്ത്രീക്ക് തൻ്റെ സ്ത്രീത്വത്തിന് ഭംഗം വന്നു എന്ന് കാട്ടി പരാതി നൽകാൻ കഴിയാവുന്നതാണോ? എന്താണ് താങ്കളുടെ അക്കാര്യത്തിലെ കാഴ്ചപ്പാട്? ഇത് ഇപ്പോൾ ഈ വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മൾ ഉദയനാണ് താരം എന്ന് പറയുന്ന ശ്രീനിവാസൻ സാറിന്റെ ചിത്രമുണ്ട്. അതിനകത്ത് ശ്രീനിവാസൻ സാർ എന്ന് പറയുന്ന ആ സൂപ്പർ സ്റ്റാറിന്റെ കഥാപാത്രം ഇടയ്ക്ക് വെച്ച് പിണങ്ങി പോവുക, ആ ക്രൈസിസ് ഒരു സംവിധായകൻ മാനേജ് ചെയ്യുന്ന രീതിയൊക്കെ വളരെ രസകരമായിട്ട് നമ്മൾ ആസ്വദിച്ചു. ഇവിടെ പക്ഷെ കുറച്ചുകൂടി സങ്കീർണമാണ്. ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു നായികയാണ്, സ്ത്രീ കഥാപാത്രമാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഷൂട്ട് ചെയ്ത്, കാരണം ഒരുപാട് കോടികൾ മുതൽ മുടക്കി ഒരുപാട് പേരുടെ വിലപ്പെട്ട സമയവും അധ്വാനവും ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. സിനിമ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. തിയേറ്ററിൽ എന്ത് സംഭവിച്ചാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അവിടെ വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീയെ ഈ പറഞ്ഞ പോലെ ഒരു ഡ്യൂപ്പ് ഉപയോഗിച്ച് സ്ത്രീയുടെ എന്തൊക്കെയാണ് ആ സ്ത്രീ കഥാപാത്രം പിന്നീടുള്ള സീനുകളിൽ അഭിനയിച്ചതായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ സ്വാതന്ത്ര്യം പലപ്പോഴും നമുക്കറിയാം. പല സിനിമാ സെറ്റുകളിലും ചെന്ന് കഴിയുമ്പോൾ ആദ്യം പറഞ്ഞ കഥയാവണമെന്നില്ല ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞത് ഒരുപക്ഷെ കുറച്ച് ഗ്ലാമറൊക്കെ മതി എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ സെറ്റിലെത്തി കഴിയുമ്പോൾ എക്സ്ട്രീം ഗ്ലാമറസ് ആയിട്ടുള്ള രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഇടാൻ കമ്പൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. പലപ്പോഴും വഴിക്ക് ഇട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം സിനിമകൾ ചെയ്തു പോയിട്ടുള്ള പല നായികമാരെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കേൾക്കുന്നതാണ്.
അപ്പോഴും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും പറയാം, ഈ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു 2 സിനിമ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇടയിൽ നിന്ന് മോളെ സിനിമ ചെയ്യുന്നില്ലേ, പുതിയ സിനിമ ഏതാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും. ഇതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ചിലപ്പോൾ ബോൾഡായിട്ട് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. സിനിമയോടൊരു താല്പര്യം കാണും. സിനിമ എന്ന് പറയുന്ന മായിക ലോകത്തിന്റെ ഒരു പ്രശസ്തിയും പണവും അംഗീകാരവും ഒക്കെ ഭ്രമിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് വീണുപോകും. ചുരുക്കം ചില പെൺകുട്ടികളെങ്കിലും 1, 2, 3 സിനിമയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഒരുപക്ഷെ പല സിനിമയ്ക്കകത്തെ രാഷ്ട്രീയമാകാം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാം വളരെ ബോൾഡായിട്ട് എനിക്കിത് മതി, ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ്, എന്റെ മേഖല മറ്റൊന്നാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് പോയിട്ടുള്ള ഒരുപാട് നടിമാരുണ്ട്. അവരൊന്നും ഒരുപക്ഷെ അവരുടെ ഒരു കാലിബർ കുറവുകൊണ്ടോ അല്ലെങ്കിൽ ടാലന്റ് കുറവുകൊണ്ടോ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ ദേ മൈറ്റ് ഹാവ് ബീൻ ഫോഴ്സ് ടു ടേക്ക് ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കുക അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്, നടിയുടെ ഡ്യൂപ്പ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തെറ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെയും അത് തെറ്റാകുന്നത് എപ്പോഴാണ് സ്ത്രീയുടെ ഒരുപക്ഷെ അവരുടെ ഇമേജിനോ അല്ലെങ്കിൽ മാനത്തിനോ ഏതെങ്കിലും തരത്തിൽ കോട്ടം തട്ടുന്ന രീതിയിലുള്ള അതിഗ്ലാമറസ് ആയിട്ടുള്ള രീതിയിലുള്ള ചിത്രീകരണം, അല്ലെങ്കിൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരു നടി ഒരുപക്ഷെ ചില സീൻസ് ചെയ്യാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള സീൻസ് അവർ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം സീൻസ് ഒക്കെ ഇതുപോലെ വല്ലതും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അഭിമാനത്തിന് ചിത്രീകരണമാണെങ്കിൽ അവർ സജിൻ ബാബു, ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അനുമതി ഇല്ലാതെ ഈ ബോഡി ഡബ്ലിംഗ് ചെയ്തു എന്നുള്ളതാണ്. ബോഡി ഡബ്ലിംഗ് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കാറുണ്ട്. പല പ്രശസ്തരായ താരങ്ങൾക്കും പകരം മറ്റുള്ള ആളുകളാണ് ചില രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ അത് അവരുടെ സമ്മതത്തോടെയായിരുന്നു. ഇവിടെ സമ്മതമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം നടത്തി എന്നുള്ളത് ഒരു തെറ്റ് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇതിപ്പോ സ്ത്രീയുടെ മാത്രമല്ല അത് ആണിന്റെ ആണെങ്കിലും സമ്മതമില്ലാതെ ബോഡി ഡബ്ലിംഗ് കാണിക്കുന്നത് തെറ്റ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിച്ചതും ഈ പറഞ്ഞതുപോലെ പെർമിഷൻ ഇല്ലാത്ത തരത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇതിപ്പോ സെൻസർ സർട്ടിഫിക്കറ്റ്, ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമയാണ്. അപ്പൊ ഈ സിനിമയുടെ അശ്ലീലമായിട്ടുള്ള പല രംഗങ്ങളും ഈ സിനിമയിൽ ഇല്ല. നമ്മളിപ്പോ ഈ പല സിനിമയും കാണുന്നതാണ്, ഒരുപാട് സിനിമകൾ നമ്മൾ കാണുന്നതാണ്. കമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും മറ്റ് ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും അത്തരത്തിലുള്ള ഞാൻ ഈ സിനിമ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു തികച്ചും ഒരു ആവശ്യമില്ലാത്ത ഒരു ഇഷ്യൂ ആണ് ഇത് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ സംവിധായകന് ഈസി ആയിട്ട് ഒഴിവാക്കാമായിരുന്ന ഒരു സീനാണിത്. നിങ്ങൾ സിനിമയുടെ കഥയ്ക്കോ സിനിമയുടെ മുന്നോട്ടുള്ള പോക്കിനോ ഒന്നും ഏതൊരു വിധത്തിലുള്ള ഗുണകരമായിട്ടുള്ള ഒരു ചേഞ്ചും കൊണ്ടുവരാത്ത ഒരു സീനാണ്. അത് നിങ്ങളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഈ സിനിമ കണ്ടതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരുമാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഈ സംഭവത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു പക്ഷേ പ്രതിഫലം കൊടുക്കാത്തതും ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടി പറയുന്നത് പോലെ അവർ ഒരുപാട് സമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷമാണ് അവർ തിരിച്ചു പോയത്, ഇത് അവരോട് സംസാരിച്ചത്, അശ്ലീല ചുവകൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പല സെറ്റുകളിൽ ഇപ്പൊ ഞാൻ തന്നെ ചെയ്ത സിനിമ, നേരത്തെ ശ്രീനിവാസൻ സാർ അഭിനയിച്ച അയാൾ ശശി എന്ന് പറയുന്ന സിനിമയായിരുന്നു എന്റെ കഴിഞ്ഞ സിനിമ. ഇപ്പൊ ഈ സിനിമയിൽ പോലും ഒരു ദിവസം വെക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷൂട്ടിംഗ് നടക്കാതെ പല ഇത്രയും സീനിയറായിട്ടുള്ള താരങ്ങൾ ഉൾപ്പെടെ പലരും പിറ്റേ ദിവസം വന്ന് ചെയ്യേണ്ട ഒരു അവസരം വരുന്നുണ്ട്, സെറ്റിൽ ഇരിക്കേണ്ട അവസരം വന്നിട്ടുണ്ട്. പക്ഷെ അത് സിനിമയിൽ പല സാങ്കേതികമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയ അശ്ലീലമല്ലാത്ത സിനിമ. പക്ഷെ എന്തുകൊണ്ട് ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കൊടുത്തു? സെൻസർ ബോർഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, സെൻസർ ബോർഡ് മെമ്പേഴ്സ് ആരൊക്കെയാണ്, ആവശ്യമുള്ള കാര്യത്തിന് ഇടപെടുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുകയും ചെയ്യുന്ന ഒരു സെൻസർ ബോർഡാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ പറഞ്ഞതുപോലെ ഈ സർക്കാർ അംഗീകരിച്ച സെൻസർ ബോർഡ്, ഒരുപാട് മെമ്പേഴ്സ് ഉള്ള സെൻസർ ബോർഡ്, ഒരുപാട് നിയമത്തിന്റെ ഗുരുക്കുകൾ ഒരുപക്ഷെ സെൻസർ ബോർഡ് ആ ചിത്രത്തെ വിലയിരുത്തിയതുകൊണ്ടാകാം അതിന് യു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. പക്ഷേ ആലപ്പി അഷ്റഫ്, ഇവിടെ ബോഡി ഡബ്ലിംഗ് ഉപയോഗിച്ചു എന്നുള്ളത് എന്തോ വലിയ അപരാധം എന്നുള്ള നിലയ്ക്ക് പറയുകയല്ല, മറിച്ച് ഇവിടെ അനുവാദം എന്നുള്ള കാര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. മുൻപ് ഇതേമാതിരിയുള്ള പ്രശ്നം വന്നിട്ടുണ്ട്. നസ്രിയ നസീം നയ്യാണ്ടി എന്ന് പറഞ്ഞ സിനിമയ്ക്കെതിരെ സമാനമായ ആരോപണം ഉന്നയിച്ചു. ഞാൻ നിയമ നടപടി എടുക്കുകയാണെന്ന് ആ സംവിധായകനെ വെല്ലുവിളിച്ചു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? ആ സിനിമയിൽ നിന്ന് നസ്രിയയുടെ അനുവാദമില്ലാതെ, നസ്രിയയെ അല്ലാതെ മറ്റൊരു സ്ത്രീയെ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ള രംഗങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷമാണ് പിന്നെ ആ സിനിമ തിയേറ്ററിലേക്ക് പോയത്. അവിടെ ആ വിഷയം കഴിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ ആ പരാതി കേൾക്കാനും
അത് പരിഹരിക്കാനുമുള്ള ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നല്ലോ. അത്ര വലിയ സീരിയസ് ആയ ഒരു ഇഷ്യൂ അല്ല ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഷക്കീല പടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം, ഒരു പെൺകുട്ടിയെ വളരെ ആ ഒരു സർട്ടിഫിക്കറ്റ് പടത്തിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ വന്നത്. ഇതൊരു കുടുംബ ചിത്രമാണ്, ഇത് വളരെ ഇതായിട്ടുള്ള ചിത്രമാണ്. ഒരു വലിയൊരു കോമ്പിനേഷനിൽ ഒരാളില്ലെങ്കിൽ ചിലപ്പോൾ പലരും അങ്ങനെ നിർത്താറുണ്ട്, തിരിച്ചും അത് ഇതൊക്കെ ബോഡി വേറൊരാളുടെ ഉപയോഗിക്കാറുണ്ട്. മരിച്ചുപോയ നടന്മാരുടെ പോലും ജയന്റെയൊക്കെ പോലും പല സീക്വൻസും വേറെ ആളെ വെച്ചാണ് സീരിയലിൽ തന്നെ പകുതിക്ക് വെച്ച എത്രയോ നായികമാർ പറയുന്നത്. എനിക്ക് പകരം ഒരാളെ ഇവിടെ ആ സ്ത്രീ ആ അഭിനയിച്ച കുട്ടിയുടെ പരാതി എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റാത്ത, അവരെ കൊണ്ട് അഭിനയിക്കാൻ കഴിയാത്ത ഒരു സീനിന് അത്തരത്തിലുള്ള ബോഡി ഡ്യൂപ്പിനെ വെച്ചു എന്നുള്ളതാണ്. അതായത് അവർ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സീൻ അവർക്ക് അഭിനയിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ വെച്ചത്. അതായത് അവർക്ക് ചെയ്യാൻ പറ്റില്ല ആ സീൻ, അതായത് അവർക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല. അങ്ങനെ ശരീര പ്രദർശനം നടത്തുന്ന ഒരു സീൻ എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്നുള്ളത് അവരുടെ ഒരു നിലപാടാണ്. ഇല്ല, ശരീര പ്രദർശനത്തിന്റെ ഒരു സിനിമയല്ലല്ലോ അത്. ആ പടം ഒരു അവർ ഈ പറയുന്ന പ്രസ്തുത സീനിൽ അങ്ങനെയാണ് ആരോപണം വന്നിരിക്കുന്നത്. ആരോപണം വരുമ്പോൾ അങ്ങനെ കയറ്റി പറയുന്നതേ ഉള്ളൂ. ശരിക്കും അതായിരിക്കില്ല അതിന്റെ സംഭവം. ശരിക്കും ആ കോമ്പിനേഷൻ സീനിൽ അവർ ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ അറിവിൽ ഉള്ളത്. പക്ഷെ അതിന് പകരം ഒരാളെ വെച്ചു ഡ്യൂപ്പ് ചെയ്ത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലാത്ത ക്യാരക്ടേഴ്സിനെ പലപ്പോഴും വലിയ കോമ്പിനേഷൻ സീനുകളിൽ, പ്രധാനപ്പെട്ട നടന്മാരുള്ള സീനുകളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അത് സ്ഥിരമായിട്ട് നടക്കുകയാണ്. പിന്നെ ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാവൺ എന്നുള്ള പടത്തിൽ നമ്മുടെ മണിരത്നത്തിന്റെ പടത്തിൽ ഐശ്വര്യ റോയ്ക്ക് വെച്ചിട്ടില്ലേ ഡ്യൂപ്പ്? ഐശ്വര്യ റോയ്ക്ക് മാത്രമല്ല, മിക്കവാറും എല്ലാ നായികമാർക്കും. എനിക്ക് അവരുടെ വലിയ നീണ്ട ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാനത് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പറയാം. അതിനു മുൻപ് ചിന്ത ജെറോം, ഈ കാര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഡ്യൂപ്പിനെ വെക്കുക എന്നുള്ളത് സിനിമയിൽ സാധാരണഗതിയിൽ നടക്കുന്നതാണ്. ചില നായിക കഥാപാത്രങ്ങൾ അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഈ ഡ്യൂപ്പിനെ വെച്ച് ചെയ്യിക്കാറുണ്ട്. പക്ഷേ അത് അവരുടെ അനുമതിയോടുകൂടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫയർ എന്ന് പറയുന്ന വളരെ വിവാദമായ ചിത്രം, അതിൽ നന്ദിത ദാസ് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സീൻ മുഴുവൻ മറ്റൊരാളെ കൊണ്ടാണ് ചെയ്യിച്ചത്. പക്ഷേ അത് അവരുടെ അനുവാദത്തോടെയായിരുന്നു. ഇവിടെ പക്ഷേ പരാതിക്കാരിയായ പെൺകുട്ടിയുടെ അനുമതിയില്ലാതെ, അനുവാദമില്ലാതെ അവർ വരുന്ന ഒരു സീൻ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് വിഷയം. അവിടെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം പരാതി ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീ വളരെ കൃത്യമായി പറയുകയാണ്, അവരുടെ സമ്മതത്തോടു കൂടി അല്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത് ആ സ്ത്രീയുടെ പരാതിയാണ്. തീർച്ചയായും ആ സ്ത്രീ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും അതിൽ അവരുടെ സമ്മതമില്ലാതെയാണ് ഇത്തരത്തിലുള്ള രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും നിയമലംഘനമാണ്, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ്, തൊഴിലിടത്തിലെ ചൂഷണമായിട്ട് തന്നെ നമുക്കതിനെ കാണാൻ കഴിയും. അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീമതി മിനി, ഈ സിനിമയിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എന്താണ് അതിലെ രീതികൾ എന്നുള്ളത് കൂടി വിഷയമാണല്ലോ. പല വിവാദ സിനിമകളിലെയും ഇത്തരത്തിലുള്ള ഒരല്പം വിവാദമായേക്കാവുന്ന പല സീനുകളിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട അഭിനേത്രികൾ അഭിനയിച്ചിട്ടില്ല. ഏക് ചോട്ടി സി ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ മനീഷ കൊയ്രാലയ്ക്ക് വേണ്ടി ബോഡി ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. ഹിസ് എന്ന പടത്തിൽ മല്ലിക ഷെറാവത്തിൻ്റെ ഇൻറ്റിമേറ്റ് സീൻ മുഴുവൻ ചെയ്തത് ഒരു ബോഡി ഡ്യൂപ്പാണ്. ബാൻഡിറ്റ് ക്യൂൻ, നമ്മുടെ ഫൂലൻ ദേവിയുടെ കഥ പറയുന്ന സിനിമയിലെ ബലാത്സംഗ രംഗത്തിൽ സീമ വിശ്വാസ് അല്ല, മറിച്ച് വേറൊരു നടിയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇതൊരു ശീലമാണ്. അത് തന്നെ ഈ സിനിമയിലും ഉണ്ടായിരിക്കാം എന്നുള്ളത് മാത്രമായി നമ്മൾ ഇതിനെ കണ്ടാൽ മതിയോ? ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ നേരത്തെ ചിന്ത പറഞ്ഞൊരു വിഷയം അതിലുണ്ട്. നേരത്തെ അഭിലാഷ് പറഞ്ഞല്ല, ഇൻഡസ്ട്രി എന്ന് വരുന്ന ഒരു വിഷയം. ഒരു തൊഴിലെടുക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ സ്ഥലത്ത് പോകുന്നൊരു സ്ത്രീ, അത് അതിൽ വേറൊരു കാര്യമുണ്ട്. അയാൾ ഈ സംവിധായകനായിരുന്ന ആൾ അശ്ലീല ചൊവ്വ വെച്ച് സംസാരിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ ഇൻഡസ്ട്രിയിൽ സ്ത്രീകൾക്ക് അവരുടെ മാനത്തിന് അപമാനകരമാകുന്ന ഏത് തരത്തിലുള്ള ഇടപെടലുകളുണ്ടായാലും അത് ജോലി സ്ഥലത്ത് സ്ത്രീകളുടെ തൊഴിലെടുക്കുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്നതും നിലനിൽക്കുന്ന ജോലിസ്ഥലത്തെ പീഡനങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമത്തിന് എതിരുമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ കൺസെൻ്റ് ഇല്ലാതെ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തു എന്ന് പറയുന്നത്. മറ്റുള്ള അഭിലാഷ് പറഞ്ഞത് ശരിയായിരിക്കാം, ഈ ഇൻഡസ്ട്രിയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിരിക്കും, പക്ഷെ അത് അവർ അവർക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവർ ഡൂപ്പിടുന്നതിൽ അവർ എതിരല്ല. അവർക്ക് അങ്ങനെ വരുന്നതിൽ പബ്ലിക് അത് കാണുന്നതിനോ അതിനോട് അവരുടെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ അറിയപ്പെടുന്നതിലോ ഇവർക്ക്
അനുവാദം കൊടുക്കുന്നത് കൊണ്ടാണ് ആ വിഷയമല്ലാതായി വന്നത്. ഇവിടെ അനുവാദം കൊടുക്കാതെ കൺസെന്റ് ഇല്ലാതെ അത് ചെയ്തു എന്ന് പറയുന്നത് തൊഴിലിടത്തിൽ നടക്കുന്ന ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ആയി തന്നെയാണ് നമുക്ക് കാണുന്നത്. അത് മാത്രമല്ല ശ്രീമതി വീണ, നോക്കൂ, ഈ ചിത്രത്തിലെ കുറെ ഭാഗങ്ങളിൽ പ്രസ്തുത പെൺകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സീൻ വന്നപ്പോൾ ഇതെനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അവരോട് ഉടൻ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് ബോഡി ഡ്യൂപ്പിനെ വെച്ച് ആ ചിത്രം പൂർത്തീകരിച്ചത്. അതിനുശേഷം ആ പെൺകുട്ടി പ്രതിഫലം ആവശ്യപ്പെട്ട് വന്നപ്പോൾ കൊടുത്തിട്ടില്ല. 10 രൂപ പോലും കൊടുക്കാനാകില്ല എന്ന് ഞാൻ പറഞ്ഞുവെന്ന് ഈ സംവിധായകന്റെ പിതാവും പ്രശസ്ത സംവിധായകനും നിർമ്മാതാവും ഒക്കെ ആയ ലാൽ പിന്നീട് ടെലിവിഷൻ ക്യാമറകൾക്ക് മുൻപിൽ പറഞ്ഞതുമാണ്. അപ്പോൾ ഒരു സീൻ എനിക്ക് പറ്റാത്ത സീനാണ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതുവരെ അഭിനയിച്ചതിന്റെ പ്രതിഫലവും കൊടുക്കില്ല എന്നുള്ള നിലപാട് ശരിയാണോ? എന്നോടാണോ? അതെ അതെ അതെ. ഓക്കെ, തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണത്. ഇവിടെ നേരത്തെ ചിന്ത പറഞ്ഞതുപോലെ, അഡ്വക്കേറ്റ് മിനി പറഞ്ഞതുപോലെ, ഒരു പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ ഈ ബോഡി ട്യൂബിനെ വെച്ചിട്ട് ഇത്തരത്തിൽ ഞാനും ആ സിനിമ നിർഭാഗ്യവശാൽ കണ്ടിട്ടില്ല. എനിക്കൊന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് അതൊന്ന് കാണേണ്ടിയിരുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും അങ്ങനെ കൺസെന്റ് ഇല്ലാതെ എന്തെങ്കിലും പിക്ചറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട കാര്യം ആവശ്യമുള്ളത് തന്നെയാണ്. അതോടൊപ്പം അതുവരെ ചെയ്ത ജോലിക്കുള്ള യാതൊരു പ്രതിഫലവും കൊടുക്കില്ല എന്ന് പറയുന്നത് എന്താണ്, ഒരു തരം ധാർഷ്ട്യമല്ലേ ഒരു തരത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ? കാരണം ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോ മുമ്പുണ്ടായിരുന്ന സ്ക്രിപ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസോ അല്ലെങ്കിൽ ഗ്ലാമറസ് ആയിട്ടുള്ള സീൻസോ ഉണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ പിന്നീട് എഴുതി ചേർത്തതായിരിക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രിപ്റ്റിൽ ചേഞ്ച് വന്നിട്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ക്രീൻ പ്ലേയിൽ ചേഞ്ച് വന്നിട്ടൊക്കെ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്താണോ എന്നൊന്നും നമുക്കറിയില്ല. ആ സാഹചര്യത്തിലാണോ ഈ പെൺകുട്ടി ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അപ്പൊ ഇതിന്റെ വസ്തുതകൾ എന്തൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായിട്ടും അന്വേഷിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റൂ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ പറയാൻ ആ കുട്ടി ആവശ്യപ്പെട്ട എഗ്രി ചെയ്ത. നോക്കൂ, ഇന്നലെ നിങ്ങൾ സംഘടിപ്പിച്ച യൂത്ത് കമ്മീഷൻ സംഘടിപ്പിച്ച പരിപാടിയിലാണ് പൃഥ്വിരാജ് പറഞ്ഞത്, സ്ത്രീ വിരുദ്ധ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് ഞാൻ മാത്രം തീരുമാനിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല, അതുപോലെ ഞാൻ മാത്രം വിചാരിച്ചാൽ ഒരു മാറ്റവും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകില്ല എന്ന്. ശരിയാണ്. ഇപ്പോൾ ഈ സംഭവം എങ്ങനെ ഉണ്ടായി എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. ഒരഭിനേത്രി പറയുകയാണ് എനിക്ക് ഇങ്ങനെയുള്ള സീനൊന്നും അഭിനയിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഉടനെ ശരി, നിങ്ങൾ അഭിനയിക്കേണ്ട പൊക്കോളൂ എന്ന് പറയുകയാണ്. അവർക്ക് അതിനുള്ള പ്രതിഫലവും കൊടുത്തിട്ടില്ല. ആ നിലയ്ക്ക് കണ്ടാൽ മതി സ്ത്രീകളെ എന്നുള്ള ഒരു സമീപനം ഈ തൊഴിൽ മേഖലയിൽ ആകെ തന്നെ ഉള്ളത് കൊണ്ടല്ലേ അത്? ഈ തൊഴിൽ മേഖലയിലെന്നല്ല, ഒരു തൊഴിൽ മേഖലയിലും സ്ത്രീയെ അത്തരത്തിൽ കാണാൻ പാടില്ല എന്ന തരത്തിലേക്കാണ് നമ്മൾ പുതിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. നമ്മൾ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. യൂത്ത് കമ്മീഷന്റെ അവാർഡ് സ്വീകരിച്ചിട്ട് പൃഥ്വിരാജ് പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒരു നിലപാടെടുക്കുന്നു, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സിനിമയിൽ അഭിനയിക്കുന്ന അല്ലെങ്കിൽ സിനിമ ചിത്രീകരിക്കുന്ന സമയത്തൊക്കെ സ്ത്രീവിരുദ്ധത പരമാവധി മാറ്റി നിർത്താൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയ കലയായിട്ടുള്ള സിനിമയിൽ നിന്നും സ്ത്രീവിരുദ്ധത മാറി നിൽക്കുമ്പോഴാണ് പൊതുസമൂഹത്തിന് പുതിയൊരു സന്ദേശം നൽകാൻ നമുക്ക് സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചർച്ചകൾ നടത്തുമ്പോൾ 2 തരം അഭിപ്രായങ്ങൾ ഉയർന്നു വരാറുണ്ട്. ഒന്ന്, കലയ്ക്ക് വേണ്ടി മാത്രമാണ്, ആർട്ട് ഫോർ ആർട്ട് സേക്ക് എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് ഒരു വിഭാഗം പറയുന്നത്. മറ്റൊരു വിഭാഗം ആർട്ട് ഫോർ ലൈഫ് സേക്ക്, സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി കല നിലനിൽക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലർ പറയുന്നത് ഈ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് കാണാൻ കഴിയാത്ത പല രംഗങ്ങളും സിനിമയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കലയിലോ വന്നാൽ നിങ്ങൾ അതിനെ കല മാത്രമായി കാണുക എന്ന് പറയുന്ന വാദഗതി നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ശക്തമാണ്. പക്ഷേ ഇത്തരം വാദഗതികൾ നിലനിൽക്കുമ്പോഴും സിനിമ പോലെ ഒരു ജനപ്രിയ കലയ്ക്കകത്ത് സ്ത്രീ വിരുദ്ധത അത്രമേൽ ശക്തമായി വരികയും ആണധികാരത്തിന്റെ അടയാളപ്പെടുത്തലുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ പൊതുസമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പുറത്തുവിടുന്ന സന്ദേശം അതിനകത്ത് സ്ത്രീ വിരുദ്ധത പാടില്ല, അതോടൊപ്പം തന്നെ സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് തീർച്ചയായും സുരക്ഷിതത്വവും തൊഴിലിടത്തെ സംരക്ഷണവും ലഭിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടന്നു വരികയാണ്. പക്ഷേ
പ്രാഥമികമായി നമുക്ക് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, എന്റെ സമ്മതമില്ലാതെ എനിക്ക് താല്പര്യമില്ലാത്ത രംഗങ്ങൾ ചിത്രീകരിക്കാൻ, അത് മറ്റാരുടെയും ശരീരം ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ പോലും അത് പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ എന്റെ മുഖം അല്ലെങ്കിൽ എന്റെ ഐഡന്റിറ്റിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് താല്പര്യമില്ല എന്നൊരു നടി പറഞ്ഞാൽ തീർച്ചയായും അവരുടെ വാദഗതിയെ നാം അംഗീകരിക്കേണ്ടതാണ്. കാരണം അവരുടെ വ്യക്തിത്വത്തെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഏത് തരത്തിൽ പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള പൂർണ്ണ അധികാരം ആ സ്ത്രീക്ക് നിലനിൽക്കുന്നു എന്നിരിക്കുന്ന ഘട്ടത്തിൽ ഈ ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായും തന്റെ വ്യക്തിത്വം എങ്ങനെയാണ് പ്രദർശിപ്പിക്കേണ്ടത് എന്നത് തീരുമാനിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. ആ അവകാശം എവിടെ ലംഘിക്കപ്പെടുന്നു അതൊക്കെ അവരുടെ മനുഷ്യാവകാശത്തിന്റെ ലംഘനമായിട്ട് വേണം നാം കണക്കാക്കാൻ. റൈറ്റ്. ശ്രീ സജിൻ, നോക്കൂ, ഒരു സിനിമയുടെ കലാപരമായ പൂർണ്ണതയ്ക്ക് വേണ്ടി അഭിനേതാക്കൾ സ്വമേധയാ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് ആളുകളുടെ വ്യക്തിത്വത്തെ മാനിക്കാത്ത വിധത്തിൽ സംവിധായകരുടെ ഭാഗത്തു നിന്നോ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്ന ഇടപെടലുകൾ എന്നുള്ളത് വലിയ മനുഷ്യാവകാശ ലംഘനമല്ലേ അഭിനേതാക്കളെ സംബന്ധിച്ച്? നോക്കൂ, ഇതിന് വലിയ ചരിത്രമുണ്ട്. ലാസ്റ്റ് ടാങ്കോ ഇൻ പാരീസ് എന്ന ചിത്രത്തിലെ റേപ്പ് സീൻ യഥാർത്ഥത്തിൽ അതിലെ നായികയെ റേപ്പ് ചെയ്യിച്ച് ഞാൻ ചിത്രീകരിക്കുകയായിരുന്നു എന്ന് ബെർണാഡോ ബെർട്ടലൂച്ചി പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട്. എത്ര ഭീകരമാണ് യഥാർത്ഥത്തിൽ ഒരു റേപ്പ്, എന്നിട്ട് അത് ചിത്രീകരിക്കുക, അത് ആ സിനിമയുടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണെന്ന് പറയുക. അമ്മട്ടിലുള്ള കാര്യങ്ങൾ അത്ര അളവിലല്ലെങ്കിലും നമ്മുടെ സിനിമയിലും ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി പറയേണ്ടി വരില്ലേ? ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചിന്തയും എല്ലാവരും പറയുന്നത് പോലെ തന്നെയാണ്. സത്യത്തിൽ അവരുടെ അനുവാദമില്ലാതെ ബോഡി ഡബിൾ കാണിച്ചത് ശരിക്കും മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു ചെറിയൊരു സംശയം പോലെ തോന്നുന്നത് ഒരുപക്ഷെ എന്തുകൊണ്ട് ഇത്ര അവർ പരാതി കൊടുക്കാനും അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാനും ഇത്രയും താമസിച്ചു എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിലാണ്. ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു സംശയം, ഒരുപക്ഷെ അവർ ചിലപ്പോൾ സമയം എടുത്തിട്ടുണ്ടാവാം, ആലോചിച്ചിട്ടുണ്ടാവാം. രണ്ട്, ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടൊക്കെ ആയിരിക്കാം. ഈ ഒരു പ്രത്യേകിച്ച് ഇപ്പം മലയാള സിനിമ ഈ പറഞ്ഞ പോലെ ദിലീപിന്റെ ഷൂവും ഈ പറഞ്ഞ പോലെ മലയാള സിനിമയിലുള്ള ആൾക്കാർ മുഴുവൻ വില്ലന്മാരാണെന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ മോശക്കാരാണെന്നുള്ള ഒരു ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ സമയത്ത് അവർ കൃത്യമായിട്ട് ഇത് അതിലൊരു അറിയില്ല, എനിക്ക് അറിയില്ല, ഒരു ചെറിയൊരു സംശയം ഈ ഒരു ഇഷ്യൂവിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ആ സമയത്ത് പരാതി കൊടുക്കാതെ ഈ സമയത്തിലോട്ട് അവർ മാറി വന്നു എന്നുള്ളത്. പിന്നെ ബാക്കി അതിന്റെ മറ്റു വിഷയങ്ങൾ പ്രതിഫലം കൊടുത്തില്ല എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. അതൊക്കെ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ സിനിമയെ സംബന്ധിച്ചിടത്തോളം പൊതുവായിട്ട് നമ്മളത് പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലാണ് ആർട്ടിസ്റ്റ് ആണെങ്കിലും സംവിധായകനാണെങ്കിലും റൈറ്റർ ആണെങ്കിലും ഒക്കെ എടുക്കുന്നത്, ഒരു സിനിമ എടുക്കുന്നത്. ഇപ്പോൾ 2013 2012 ആണെന്ന് തോന്നുന്നു മലയാളത്തിലെ ഒരു നടിക്ക് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു. ആ സ്റ്റേറ്റ് അവാർഡിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഈ അവാർഡ് ജൂറി മെൻഷൻ ചെയ്തിരിക്കുന്നത് പാപ്പലിയോ ബുദ്ധ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. സ്റ്റേറ്റ് അവാർഡിലെ സ്പെഷ്യൽ മെൻഷൻ ആയിരുന്നു. അതിൽ IV ശശി എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ കീഴിലാണ് ഇത് നടന്നത്, ആ നിർണയം നടന്നത്, അവാർഡ് നിർണയം നടന്നത്. അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് തന്നെ വളരെ ബോൾഡായി എന്ന് പറഞ്ഞാൽ നഗ്നത വരെ കാണിച്ചു എന്നുള്ള നിലയിലാണ്. കാണിച്ച് അഭിനയിച്ച ആ സ്ത്രീയുടെ ധൈര്യത്തെ അതിനുവേണ്ടി ഞങ്ങൾ അവാർഡ് കൊടുക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു മെൻഷൻ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലൊക്കെയുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സിനിമയിൽ നടക്കുന്നുണ്ട്. അപ്പം ഇത് നേരത്തെ തന്നെ പറയുന്നുണ്ട്, ഇത് വർഷങ്ങളായിട്ട് സിനിമയിലെ ചില ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളായിട്ടാണ് താങ്കൾ അതിനെ കാണുന്നത്. ഞാൻ മടങ്ങിയെത്താം സജിൻ ബാബു താങ്കളിലേക്ക്. ശ്രീ ആലപ്പി അഷ്റഫ്, നേരത്തെ നമ്മുടെ ചർച്ചയിൽ ഷക്കീല സിനിമയെ കുറിച്ച് പരാമർശം വന്നല്ലോ. ഈ ഷക്കീല സിനിമകളിൽ നാട്ടുകാർ കണ്ടിട്ടുള്ളത് ഷക്കീല എന്ന സ്ത്രീയുടെ മുഖം മാത്രമാണ്. അതിലെ ഇന്റിമേറ്റ് സീനുകളിൽ കണ്ട ശരീരം യഥാർത്ഥത്തിൽ സുരയ്യ ഭാനു എന്ന വേറൊരു സ്ത്രീയുടെ ശരീരമായിരുന്നു. അത് അവർ തന്നെ വെളിപ്പെടുത്തുകയും ഒരു പുസ്തകം അവരുടെ ആത്മകഥ എന്നുള്ള രൂപത്തിൽ വരികയും ചെയ്തതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സുരയ്യ ഭാനുവിനെ പോലെയുള്ള കുറേ ഡ്യൂപ്പുകളുണ്ട്. ഇതിൻ്റെ ആകത്തുക എന്താണ്? ഈ ശരീരത്തെ അങ്ങ് കച്ചവടമാക്കുക എന്ന താല്പര്യം മാത്രമേ ഉള്ളൂ. അല്ല, സിനിമ എന്ന് പറയുന്നത് ഒരുപാട് സീക്വൻസുകൾ വരും. അത് ഒരു സംവിധായകൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നടിയെ പെട്ടെന്ന് ഒരു രാക്ഷസിയായിട്ട് മാറണം, പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ അഭിനയിക്കാൻ പറ്റില്ല. വേറൊരാളെ വെച്ചായിരിക്കും ആ രാക്ഷസിയുടെ കോലം ചെയ്യിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു അമ്നേഷ്യ ബാധിച്ച ഒരു സ്ത്രീ ആയിരിക്കും. ചിലപ്പോൾ വസ്ത്രങ്ങളൊക്കെ മാറി കുറച്ച് ഇതായിട്ട് നടക്കേണ്ടി വരും. ആ സീക്വൻസ് ഒക്കെ സംവിധായകൻ പറയുന്നത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആ രാക്ഷസിയെ ഉപയോഗിച്ച് ഇതിനെ മാറ്റി എൻ്റെ അനുവാദമില്ലാതെ എടുത്തതെന്ന് പറയാൻ നടക്കില്ല. കാരണം നടക്കില്ല എന്ന് പറയുന്നത് ഇത് ഇൻഡസ്ട്രിയാണ്, ഇതിൽ സ്വാതന്ത്ര്യമുണ്ട് സംവിധായകന്. അല്ല, സംവിധായകന് സ്വാതന്ത്ര്യമുണ്ട്, സംബന്ധിച്ചു. അതിനു മുൻപ് അഭിനേതാക്കളുമായി
ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുമല്ലോ. തിരക്കഥ പറഞ്ഞതിന് ശേഷമല്ലേ അഭിനേതാക്കളോട് നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നത്? ഇല്ല, ചെറിയ വേഷങ്ങൾക്ക് വേണ്ട, സമ്മതിച്ചു. നായകനോട് പറയും, നായികയോട് സ്ക്രിപ്റ്റ് പറയില്ല എന്നാണോ? അപ്പൊ അവരെ സംബന്ധിച്ച് അല്ല, അവരെന്താണ് അഭിനയിക്കേണ്ടത്? ഒരു കോൺട്രാക്ട് വേണമല്ലോ. ഒരു കുടുംബത്തിലെ ഇന്ന ആളുടെ മകൾ അല്ലെങ്കിൽ ഇന്നത് ഇത്രേ പറയുള്ളൂ, അല്ലാണ്ട് അവരുടെ അതെ. അപ്പോൾ ഇങ്ങനെ ഒരു നഗ്ന സീനിൽ അല്ലെങ്കിൽ ഒരു റേപ്പ് സീനിൽ അഭിനയിക്കേണ്ടി വരുമെന്ന് മുൻകൂട്ടി പറയാതെ ഒരാളെ സിനിമയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ആ സിനിമാ രംഗത്ത് വെച്ച് എനിക്കിത് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. ഈ നഗ്നത ഉള്ള സീനാണെങ്കിൽ അങ്ങനെ പറയാം, നേരത്തെ പറയണം. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഒരു ഫാമിലി മാറ്റർ ഒരു പടമാണ്. ഇത് യു സർട്ടിഫിക്കറ്റ്, ക്ലീൻ യു സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് കൊടുത്ത ഒരു പടമാണ്. ഇത് ഒരു എ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും, UA എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന കാര്യം സമ്മതിക്കാം. പക്ഷേ ഇതിനകത്ത് ഒരു സംവിധായകന് യാതൊരു അധികാരവും ഇല്ല, ഒന്നും എടുക്കാൻ പാടില്ല, ഇത്രയും കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്ത് പോകണം എന്ന് പറയുന്നത് അത് ശരിയല്ല. പറയുന്നത് അത് സിനിമയെ പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ട് പറയുകയാണ്. അല്ല, ഈ സിനിമ വിട്ടേക്കു. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു നഗ്ന സീനിൽ അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത്ര ശരീരം കാണിച്ചുള്ള സീനിൽ അഭിനയിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ടിൽ അഭിനയിക്കേണ്ടി വരും എന്ന് മുൻകൂട്ടി പറയാതെ ഒരു സ്ത്രീയെ സിനിമയിലേക്ക് ക്ഷണിക്കുകയും അവർ ആ സിനിമ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിനെ വിസമ്മതിക്കുന്ന ഘട്ടത്തിൽ അവരെ പുറത്താക്കുകയോ അവരെ പ്രതിഫലം കൊടുക്കാതെ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ എന്ത് മര്യാദയുണ്ട്, എന്ത് മാന്യതയുണ്ട്? ഒരുപാട് കാലങ്ങളായിട്ട് അങ്ങനെ വരുന്നുണ്ട്, ശരിക്കും നടക്കുന്നുണ്ട്. ഒരുപാട് ചൂഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഒരു ഉദാഹരണം പറയാം. ക്യാൻസറും ലൈംഗിക രോഗങ്ങളും പറയുന്നൊരു പടം വന്നു. അതിനകത്ത് ശരിക്കും ഭയങ്കര കളക്ട് ചെയ്ത പടമാണ്. അതിനകത്ത് ഒരു സ്ത്രീയുടെ ഈ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുന്ന രീതി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനായിരുന്നു അതിൻ്റെ കളക്ഷൻ. അത് വേറൊരു സ്ത്രീയെ വെച്ചാണ് എടുത്തത് ശരിക്കും. അപ്പോൾ അതിൽ അഭിനയിച്ച ആളുടെ അല്ല ശരിക്കും അത് കാണിച്ചത്. അങ്ങനത്തെ ചൂഷണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് സിനിമയിൽ. ശരി, അല്ല, അത് ഒരു ചൂഷണമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. ആ നടിയെ സംബന്ധിച്ച് അവർക്ക് അതിന് പ്രശ്നമില്ല എങ്കിൽ ആർക്കും ഒരു പ്രശ്നമില്ല. അതുപോലത്തെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവം. ഇത് അതുപോലെ അല്ലല്ലോ. ഇത് സാധാരണ പടത്തിൽ ഒരാൾ വന്നില്ലെങ്കിൽ പകരം, അല്ലെങ്കിൽ അത് ഇന്നില്ലെങ്കിൽ അതിന് പകരം ഒരു ഗ്രൂപ്പിൽ വെച്ചിരിക്കുന്ന ഒരു സീക്വൻസിൽ അല്ല, എന്റെ സ്ത്രീത്വത്തിന് ചേരാത്തതാണ് ആ രംഗം എന്നുള്ളതാണ് ആ നടിയുടെ പരാതി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ രാക്ഷസിയായിട്ട് കാണിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതെനിക്കറിയില്ല. സിനിമയുടെ സീക്വൻസ് അനുസരിച്ച് പലതും കാണിക്കാം. പല രീതിയിലും അവരുടെ നല്ല ക്യാരക്ടറായിട്ട് കാണിക്കാം, വേറൊരു മാതക റാണിയായിട്ട് ഒരാൾക്ക് തോന്നുന്നതായിട്ട് കാണിക്കാം. പല സിനിമയിലും അങ്ങനെ തോന്നാറുണ്ട്. അതൊക്കെ കഥയും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സീക്വൻസിൽ അങ്ങനെ വരും. അതിനുള്ള സ്വാതന്ത്ര്യം സംവിധായകനുണ്ട്. ഇത് കലാപരമായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയമാണോ അഡ്വക്കേറ്റ് മിനി? അത് സിനിമ ഫീൽഡിലുള്ള ആളുകൾ ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇപ്പോൾ ഡ്യൂപ്പിട്ടാലും അതും ഒരു സ്ത്രീയാണ് ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകളുടെ നഗ്നതകൾ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹീനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഈ കലയെ കൊണ്ട് എത്തിക്കുന്നതാണ് കമേഴ്സ്യൽ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റ് ഇപ്പോൾ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്ത് കാര്യമാണ് അതിലുള്ളത്? ഒരു സ്ത്രീയുടെ ശരീരത്തെ വിൽപ്പനച്ചരക്ക് ആക്കുന്നത് എന്ന് പറയുന്നതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്, അല്ലാതെ കലയല്ല അതിൽ കാണുന്നത്. ഈ സിനിമ ഫീൽഡിൽ നിലനിൽക്കുന്ന ഇപ്പോൾ ആലപ്പി അഷ്റഫ് അതിനെ മൂടി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. സിനിമ ഫീൽഡിലെ പെൺകുട്ടികൾ നിരന്തരമായിട്ടുള്ള അവർ വന്ന് ചെറിയ സീനുകളിലാണെങ്കിൽ പോലും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോലും ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് എന്ത് വലിയ രീതിയിലുള്ള ലൈംഗികമായ ചൂഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ വിഷയം ഈ നടിയുടെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടത് വളരെ നന്നായെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാനും സിനിമാ മേഖലയിൽ സംവിധായകരായിക്കോട്ടെ നടന്മാരായിക്കോട്ടെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങളെക്കുറിച്ച് പഠിക്കണം. കാരണം അവർ തൊഴിൽ എന്ന നിലയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു കല എന്ന നിലയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ അവർക്ക് ആവശ്യമായി കൊടുക്കേണ്ട സംരക്ഷണം എന്താണെന്ന് സ്ത്രീകളും അറിയണം, ഈ ചെയ്യുന്ന ആളുകളും അറിയേണ്ടതാണ്. ഇനിയും ഈ കലാമേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ ചൂഷണം ചെയ്യുന്ന ഈ സംവിധാനത്തിന് അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമായിട്ടുണ്ട്. അതിനെതിരായിട്ടുള്ള ഇപ്പോൾ കളക്റ്റീവ് സിനിമയിൽ നിന്ന് തന്നെ സ്ത്രീകളുടെ കളക്റ്റീവ് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയും ചെയ്യാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. റൈറ്റ്. ചിന്താ ജെറോം, ബോഡി ഡബ്ലിംഗ് എന്നുള്ളത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ സിനിമയിൽ ചെയ്യാറുണ്ട്. ബാങ്ങിൽ കത്രീന കൈഫിന് ബോഡി ഡ്യൂപ്പ് ഉണ്ടായിരുന്നു. ധൂം 2-വിലെ സാഹസികമായ രംഗങ്ങളിൽ ഐശ്വര്യ റായ് അല്ല, മറിച്ച് അവരുടെ ഡ്യൂപ്പാണ് അഭിനയിച്ചിട്ടുള്ളത്. സാത്കു മാഫിലെ ഒരു സീൻ പ്രിയങ്ക ചോപ്രയല്ല അഭിനയിച്ചിട്ടുള്ളത്. ഒരു
പുറം അനാവൃതമാകുന്ന ഒരു ഷോട്ടുണ്ട്. അത് പ്രിയങ്ക ചോപ്രയല്ല, മറിച്ച് ഡ്യൂപ്പാണ് ചെയ്തത്. ഏക് പഹേലി ലീലയിൽ സണ്ണി ലിയോണിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് അവരുടെ ഭർത്താവാണ്, ഡ്യൂപ്പായി. ഇങ്ങനെ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ ആകെയുള്ള ഒരു സംവിധാനമാണ് ഇത്. അത് നിയമവിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, സിനിമ എന്ന് പറയുന്ന കല, ആ കലയുടെ പെർഫെക്ഷന് വേണ്ടി ഇത്തരത്തിൽ നമുക്ക് ചെയ്യേണ്ടതായി വന്നാൽ, ഒരു കലയുടെ പെർഫെക്ഷന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ നമുക്കതിനെ എതിർക്കേണ്ടതായിട്ടില്ല. അതിലെ നടനും നടിക്കും സംവിധായകനും ആ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കകത്ത് യാതൊരു തരത്തിലും എതിരഭിപ്രായമില്ലെങ്കിൽ നമ്മൾ ആ വിഷയത്തിനകത്ത് മറ്റു തരത്തിൽ ചർച്ചകൾ കൊണ്ടുപോകേണ്ടതില്ല. സിനിമയെക്കുറിച്ച് നമ്മൾ മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഒക്കെ പറയാറുള്ളതാണ്, സിനിമ ഒരു കളക്റ്റീവ് ആർട്ടാണ്. ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് കലാകാരന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി, അവരുടെ അശ്രാന്തമായ പരിശ്രമത്തിന്റെ ഭാഗമായി പുറത്തു വരുന്ന ഒരു കളക്റ്റീവ് ആർട്ടാണ് സിനിമ. ഒരിക്കലും ചർച്ചകൾ സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിനെതിരെ പോകരുത്. പക്ഷെ അതിനകത്ത് നിൽക്കുന്ന അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകൾ, ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രതികരിച്ചാൽ നിനക്ക് അത് ജോലി ചെയ്തതിന്റെ കൂലി തരില്ല എന്ന് പറയുന്ന നിഷേധാത്മകമായ സമീപനമാണ് ഇവിടെ പരാതിയായി വന്നിരിക്കുന്നത്. ആ പരാതിക്കകത്ത് കാമ്പുണ്ടെങ്കിൽ അതിനകത്ത് സ്ത്രീ വിരുദ്ധതയുണ്ട്, അതിനകത്ത് തൊഴിൽ ചൂഷണമുണ്ട്. അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരം മറ്റൊരു തരത്തിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനകത്ത് സ്ത്രീ വിരുദ്ധതയുണ്ട്. മറിച്ച് ഒരു കലയുടെ പരിപൂർണതയ്ക്ക് വേണ്ടി അത് തങ്ങളുടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുവാൻ ഒരു നടനോ നടിയോ സ്വന്തം താല്പര്യപ്രകാരം അഭിനയത്തിന്റെ പൂർണ്ണതയിലേക്ക് ഏത് തലത്തിലും എത്തുവാൻ സ്വമേധയാ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ ആ ആർജവത്തെ, അവർ കലയോട് കാണിക്കുന്ന കൂറിനെ തീർച്ചയായും നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. വീണ നായർ, ഒരു സ്ത്രീ, ഒരു അഭിനേത്രി ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അവരോട് ആ ചിത്രത്തിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും പൂർണ്ണമായും അവരുടെ വേഷം എന്താണ് എന്ന് പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതല്ലേ? സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ വേണ്ട, ഒരവസരം കൊടുക്കുന്നത് തന്നെ വലിയ കാര്യം എന്ന സമീപനം നമ്മളുടെ സിനിമാ ഇൻഡസ്ട്രിയിലുണ്ടോ? അതുകൊണ്ടാണോ ഒരു സിനിമയുടെ സെറ്റിൽ ആ ഷോട്ട് തുടങ്ങുമ്പോൾ മാത്രം അയ്യോ ഞാൻ ഇതാണല്ലോ ചെയ്യേണ്ടി വരുന്നത് എന്ന് അവർക്ക് തോന്നുന്നത്? അതെ, തീർച്ചയായും. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ അഭിപ്രായം രേഖപ്പെടുത്താനുള്ളത് ആലപ്പി അഷ്റഫ് സാർ പറഞ്ഞ ചില കമന്റ്സിനോടാണ്. സാറ് ഒരുപാട് വർഷങ്ങളായി ഇൻഡസ്ട്രിയിലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ എല്ലാ സ്നേഹവും ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ ഒരു സംശയം ചോദിക്കാനുള്ളത്, നമ്മുടെ സാർ ഇവിടെ പലപ്പോഴും ആദ്യം മുതൽ തന്നെ ചർച്ചയിൽ സ്ട്രെസ് ചെയ്തൊരു പോയിന്റാണ്, ഒരു ക്ലിയർ യു സർട്ടിഫിക്കറ്റോടുകൂടി വന്ന സിനിമയാണ് ഇത്, ഇതിനൊരു എ സർട്ടിഫിക്കറ്റ് അല്ല കിട്ടിയിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം സ്ട്രെസ് ചെയ്തു. അപ്പോഴും എനിക്ക് ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ചോദിക്കാനുള്ള സംശയം എന്ന് പറയുന്നത്, പലപ്പോഴും കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിലോ അതിന് മുൻപ് നടന്ന ഫിലിം ഫെസ്റ്റിവലോ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സംവിധായകന് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് ശരിയായ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് നൽകാത്തതിന്റെ പേരിൽ, സെൻസർഷിപ്പ് നടത്താത്തതിന്റെ പേരിൽ അദ്ദേഹം പ്രതിഷേധിച്ച് അവസാനം ഈ ചാനലുകളെല്ലാം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് ഒരു യുദ്ധത്തിന് ശേഷം അദ്ദേഹം സിനിമ ഫെസ്റ്റിവലിന് പ്രദർശിപ്പിച്ചതായിട്ടൊക്കെ നമ്മൾ വാർത്തയിൽ കൂടെ കേട്ടു. അപ്പൊ ഇവിടുത്തെ ഒരു സെൻസർഷിപ്പ് സിസ്റ്റം ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. എന്റെ ചോദ്യം തെറ്റാണെങ്കിൽ ദയവേത് ക്ഷമിക്കുക, ഒരു പ്രേക്ഷകയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്. രണ്ട്, ഇനി എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് ഞാൻ വരികയാണ്. അതായത് സിനിമ എന്ന് പറയുന്നത് പ്യുവർലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും കൂടുതൽ അതിനകത്ത് ഭാഗഭാക്കാകുന്നത് പലപ്പോഴും തിരക്കഥാകൃത്താവട്ടെ, സംവിധായകനാകട്ടെ, നിർമ്മാതാവട്ടെ, ഈവൻ ലൈറ്റ് ബോയ്സ് ആവട്ടെ, അതിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത് സ്ത്രീകളാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ എന്റെ കോ ആങ്കർ ആയിരുന്ന വ്യക്തി, അദ്ദേഹം സിനിമയിലും സീരിയൽ രംഗത്തും ഒക്കെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും വളരെ എനിക്കൊരു അല്പമെങ്കിലും വേദനിക്കുന്ന തരത്തിലുള്ള ഒരു കമന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ഞാൻ ആലോചിച്ചത്, സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സ്ത്രീകൾ തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു, എന്തിനു വന്നു, ഇറസ്പെക്റ്റീവ് ഓഫ് അത് അഭിനയമാവട്ടെ, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡ് ദ സ്ക്രീനുള്ള കോസ്റ്റ്യൂം ഡിസൈനിങ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലാവട്ടെ, കൊറിയോഗ്രഫിയിലാവട്ടെ, പല ചോദ്യശരങ്ങൾ സമൂഹം തന്നെ അവർക്ക് മുന്നിൽ, സിനിമയ്ക്ക് അകത്തു നിന്നുള്ളവരും പുറത്തു നിന്നുള്ളവരും പലപ്പോഴും ഇത്തരം ചോദ്യശരങ്ങൾ ഉന്നയിക്കാറുണ്ട്. രണ്ട്,
പലപ്പോഴും സ്ത്രീ ഈ പറഞ്ഞതുപോലെ ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. അത് യാതൊരു സംശയമില്ല. അതിൽ ഒരല്പം സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം അഞ്ജലി മേനോനെ പോലെ അല്ലെങ്കിൽ ശ്രീബാലേച്ചിയെ പോലെയൊക്കെയുള്ള സ്ത്രീകള് സംവിധാന രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് സന്തോഷമാണ്. കാരണം പലപ്പോഴും പല പരിമിതികളും കൊണ്ട് സിനിമ എന്നുള്ള കലയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒന്ന് പിന്നോട്ട് വലിച്ച് വേണമോ, എന്റെ ഫീൽഡ് ഇതാക്കണോ അതാക്കണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോയ ഒരുപാട് പെൺകുട്ടികൾ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായും സിനിമ എന്ന് പറയുന്നത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന മേഖലയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴും ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഇന്നസെന്റ് എം പി പറഞ്ഞതുപോലെ സ്ത്രീകളെ ചൂഷണത്തിന് നിന്നുകൊടുത്താലേ പറ്റുകയുള്ളൂ, അങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റില്ല. സൂചിപ്പിച്ചതുപോലെ അങ്ങനെ അടിമുടി സ്ത്രീ വിരുദ്ധമായ ഒരു ഘടനയാണോ ഈ സിനിമ ഇൻഡസ്ട്രിക്കുള്ളത്? സ്ത്രീയെ ഒരു കമ്മോഡിറ്റി ആയി കാണുന്നത് കൊണ്ടാണോ ഞങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറയുന്നത്? സത്യത്തിൽ ഇത് സിനിമയിലും മാത്രമുള്ളൊരു കാര്യമാണോ ഇത്തരത്തിലുള്ള ഒരു ചൂഷണം എല്ലാ തരത്തിലും സ്ത്രീകൾക്ക് നേരിടേണ്ടത് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. അത് സിനിമ ഇൻഡസ്ട്രി മാത്രം പറയേണ്ട ഒരു കാര്യമുണ്ട്. അതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സിനിമ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എല്ലാ മേഖലയിലും ഇത് നടക്കുന്നു എന്നുള്ളതാണ് പലരുടെയും എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ രണ്ട് എന്ന് പറയുന്നത് ചൂഷണം. ഇപ്പൊ ഈ പർട്ടിക്കുലർ സീൻ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹണി ബി 2 എന്ന് പറയുന്ന സിനിമയിൽ ഈ പെൺകുട്ടി അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സീനാണ്. ആ സിനിമയിൽ എന്ത് അശ്ലീലം എന്ന് പറയുന്നത് വ്യക്തിപരമായിരിക്കും വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ അശ്ലീലം എന്ന് പറഞ്ഞാൽ ആ കുട്ടി ടാക്സി കാശ് കൊടുക്കുന്നിടത്താണ്. ആ കാശ് കൊടുക്കുന്നത് അശ്ലീലമല്ല ആ സിനിമയിൽ, പക്ഷെ അതിന്റെ ക്യാമറ ആംഗിൾ ആണ് അശ്ലീലമായി വരുന്നത്. അത് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അതുപോലെ പലതരത്തിൽ ഇത് ഒരു വ്യക്തിക്ക് ഒരു ആർട്ടിസ്റ്റ് ആണ് തീരുമാനിക്കുന്നത്, ആണായാലും പെണ്ണായാലും അവർ തീരുമാനിക്കും ഇതിൽ ഏത് സീനാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന സീനായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമ അസ്തമയം വരെ എന്ന് പറയുന്ന സിനിമ ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഞാൻ ഇവിടുത്തെ ഒട്ടുമിക്ക അത്യാവശ്യം നടിമാരുടെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അത്യാവശ്യം വലിയ പേരുള്ള നടിമാരൊന്നുമല്ല, എനിക്ക് ആവശ്യമുള്ള അതിൽ ഞാൻ പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അത്യാവശ്യം നാടകത്തിലൊക്കെ നിൽക്കുന്ന പല ആൾക്കാരെ അടുത്ത് ഞാൻ സമീപിച്ചു സിനിമ അഭിനയിക്കാനായിട്ട്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ വേഷമാണ്. അപ്പോൾ പലരും അത് തയ്യാറല്ല. അവസാനം എനിക്ക് പോകേണ്ടി വന്നതെന്ന് പറയുന്നത് ഞാൻ ബംഗാളിൽ നിന്ന് പ്രകൃതി ദത്ത മുഖർജി എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെയാണ് കൊണ്ടുവന്നിട്ട് അതിൽ അഭിനയിപ്പിച്ചത്. ആ സിനിമ എനിക്ക് തോന്നുന്നു IFFK ഉൾപ്പെടെയുള്ള സ്ഥലത്ത് രജത ഏകോരവ് കിട്ടിയ സിനിമയാണ്, ഒരുപാട് ഫെസ്റ്റിവൽ പോവുകയൊക്കെ ചെയ്ത സിനിമയാണ്. പക്ഷേ നമ്മൾ ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ട്രസ് അഭിനയിക്കാൻ റെഡിയല്ല ഇപ്പൊ പോലും പലതരത്തിലും. അതേസമയം ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ മലയാള സിനിമയിൽ കമേഴ്ഷ്യൽ സിനിമ എടുക്കുകയാണെങ്കിൽ കമേഴ്ഷ്യൽ സിനിമയിൽ പോലും പല നടിമാർ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതുമല്ല, പല നടിമാരും മലയാള സിനിമയിൽ എക്സ്പോസ് ചെയ്യുന്ന രംഗങ്ങൾ വരികയാണെങ്കിൽ അഭിനയിക്കത്തില്ല. അതേസമയം ഇവര് തന്നെ അന്യഭാഷാ ചിത്രങ്ങളിൽ പോയി അഭിനയിക്കുന്നുണ്ട് പല രീതിയിൽ. അത് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതേസമയം നമ്മൾ ഇവിടെ മലയാളത്തിൽ അത്തരം റോളുകൾ വരണമെങ്കിൽ ഇപ്പം കലാമൂല്യമുള്ള സിനിമകളാണെങ്കിലും കമേഴ്ഷ്യൽ സിനിമകളാണെന്നുണ്ടെങ്കിലും ഈ നമ്മൾ പുറത്തുനിന്ന് നടിമാരെ കൊണ്ടുവരുന്നു. ഇപ്പം ബോംബെയിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്. പല രീതിയിൽ ആ ലെവലിലാണ് നമ്മുടെ മലയാള സിനിമ. പക്ഷേ ആളുകളുടെ കഥാപാത്രങ്ങൾ ഏത് വേണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ആണല്ലോ. എനിക്ക് സമയം പരിമിതി ഉണ്ട്, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, താങ്കൾ സെൻസർ ബോർഡിന്റെ മുൻ അംഗം കൂടിയാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് ഈ A സർട്ടിഫിക്കറ്റും U സർട്ടിഫിക്കറ്റും ഒക്കെ നൽകുക എന്നുള്ളത് പ്രശ്നമാണ്. ഇപ്പോൾ പുതിയ സെൻസർ ബോർഡ് ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം നിരുപദ്രവകരമായ അതേസമയം ഏതെങ്കിലും തരത്തിൽ ഒരു പൊളിറ്റിക്കൽ കൊണോട്ടേഷനുള്ള പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലും ചലച്ചിത്രങ്ങളെ തടയുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കാണേണ്ടത് കാണാതെ ഇരിക്കുന്ന ഒരു സംവിധാനമായി മാറുന്നുണ്ടോ സെൻസർ ബോർഡ്? ഈ ഞാനിടുന്ന സമയത്തൊക്കെ സെൻസർ ബോർഡ് ഏത് പടം കണ്ടാലും 2 സ്ത്രീകൾ ആ പടം കാണാനുണ്ടാവും. 5 പേരിരുന്ന് കണ്ടാൽ അതിൽ 2 പേര് സ്ത്രീകളായിരിക്കും. അവർക്ക് വിരുദ്ധതയായിട്ട് വരുന്ന ഏത് സീനും അവർ പറഞ്ഞാൽ അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും. പക്ഷേ പലപ്പോഴും അവർ ചിലതൊക്കെ നമ്മൾ തന്നെ തോന്നി ഇവരെന്താ പറയാത്തതെന്ന് പലതും. അപ്പോൾ അവരെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സെൻസർ ചെയ്യുന്നത്. സാധാരണ ഒരു പടവും സ്ത്രീകളെ കാണിക്കാത്ത സെൻസർ ചെയ്യാറേ ഇല്ല. നിർബന്ധമായിട്ട് 2 സ്ത്രീകളിരിക്കും. ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മിയും സോന നായരെയും ഇപ്പോൾ എടുത്തിട്ടുണ്ട് പുതിയ സെൻസർ ബോർഡ് മെമ്പറായിട്ട്. 2 ദിവസം മുമ്പ് അവരെ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും സ്ത്രീകളെ ഇരുത്തിയിട്ടേ കാണിക്കത്തുള്ളൂ പടം. അല്ലാണ്ട് സെൻസർ കൊടുക്കുന്നത് ഒരു സ്ത്രീ വിരുദ്ധതയും ഇപ്പോൾ നടക്കില്ല. പണ്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം മാറി, കാലമൊക്കെ മാറി. ഇപ്പോൾ പഴയതുപോലെ സ്ത്രീ വിരുദ്ധതയോ ഇതൊന്നും ഇല്ല. ഈ സംഭവം വെറും നിസാര സംഭവത്തിനെ വെറുതെ കെട്ടി പിന്നെ അതിൻ്റെ പൈസ കൊടുക്കുന്ന വെർഷനോ അല്ലെങ്കിൽ അശ്ലീല ചുവയോ അതിലുള്ള കിടക്കുന്നത് ഈ ബോഡി ഡബിൾ എന്നുള്ള സാധനം
വെറും സില്ലി മാറ്റർ ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് നമുക്ക് സിനിമയെപ്പറ്റി അറിയാവുന്നതുകൊണ്ടും ഇതിൽ പ്രവർത്തിച്ചത് ആളായതുകൊണ്ടും ഒരു വൾഗാരിറ്റി എന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡാണ്. അതിൽ അഭിനയിച്ചവരെല്ലാം തന്നെ എൻ്റെ സീൻ വൾഗാരിറ്റി എന്ന് പറയും കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? പല പടങ്ങളും നിന്നുപോകും, ഇവിടെ പല പടങ്ങളും ഇറങ്ങാൻ പറ്റത്തില്ല. അവർക്ക് തീരുമാനിക്കാനല്ല, അതിനാണ് ഇന്ത്യ ഗവൺമെന്റ് സെൻസർ ബോർഡിനെ വെച്ചിരിക്കുന്നത്. അവർ തീരുമാനിക്കും ഇതിന് വൾഗാരിറ്റി ഉണ്ടോ, ഇത് പ്രദർശന യോഗ്യമാണോ, ഇത് ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയതാണോ. അല്ലാതെ അഭിനയിച്ചവരെല്ലാം അങ്ങോട്ട് തീരുമാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ശരി, പക്ഷേ അവർക്ക് ഏത് കഥാപാത്രത്തെ അവരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ചോയ്സ് ഉണ്ടല്ലോ. പക്ഷേ ചലച്ചിത്രം തുടങ്ങുന്നതിന് മുൻപ് സംവിധായകൻ പറയണം നിങ്ങളുടെ റോൾ ഇതായിരിക്കും. റോള് മാറിക്കോട്ടെ. വൾഗാരിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ പ്രശ്നം ഈ കൺസെന്റ് ആണ്. കൺസെന്റ് ഇല്ലാതെ അത് ആ പെൺകുട്ടി ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയി. അതേസമയം തുടർച്ചയായിട്ട് അത് എന്തുമായിക്കോ എന്ന് പറഞ്ഞ് പോയ ആളല്ല. ആ സീൻ എനിക്ക് അഭിനയിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ് കൃത്യമായി ആ സിനിമയിൽ നിന്ന് പോയി, ആ ഫീൽഡിൽ നിന്ന് പോയി, അവർ പ്രതിഫലം പോലും അവർക്ക് കൊടുത്തില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട്. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് അതിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. അത് അവർക്ക് സംസാരിച്ച് പരിഹരിക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു കേസിലേക്ക് പോകുന്നതിന് മുൻപ്. ചിലപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് പല കാരണങ്ങളും കൊണ്ട് പറയും. ചിലപ്പോൾ അവരുടെ ഇമ്പോർട്ടൻസ് കുറയുമ്പോൾ ചില ആർട്ടിസ്റ്റുകൾക്ക് ഈഗോ വരും. അത് ഞാൻ ചെയ്യത്തില്ല, എൻ്റെ ചെറിയ വേഷം, എനിക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ ചിലർക്കുണ്ടാവും. അങ്ങനെ പല ഇതിൽ പലരും അങ്ങനെ പെരുമാറാറുണ്ട്. അത് സിനിമയിൽ ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അവരുടെ അപ്പോഴുള്ള മാനസികാവസ്ഥയിൽ ചിലപ്പം. ശരി, എന്തായാലും പോലീസ് അന്വേഷിക്കുകയാണല്ലോ. പോലീസ് അന്വേഷിച്ച കാര്യത്തിൽ പോലീസിന്റെ നിഗമനങ്ങളിലേക്ക് എത്തട്ടെ. വളരെ നന്ദി ശ്രീ ആലപ്പി അഷ്റഫ്, അഡ്വക്കേറ്റ് ടി ബി മിനി, ശ്രീമതി വീണ, ശ്രീമതി ചിന്തോ ജെറോം, ഒപ്പം ശ്രീ സജിൻ ബാബു ചർച്ചയിൽ പങ്കെടുത്തത്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.